നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയാളത് ചെയ്തത്. അയാളെന്നെ രക്ഷിക്കാൻ വക്കീലിനെ വിട്ടു പറഞ്ഞാ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏയ് അല്ല ശരവണ, നിരഞ്ജൻ ഡോക്ടറാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് പുറത്തിറക്കണമെന്ന്. പൊന്നുമണി നീയും തമ്മിലുള്ള ബന്ധത്തില് നിരഞ്ജൻ ഡോക്ടർക്ക് ഇഷ്ടക്കിടക്കം ഉണ്ടായിരുന്നു. അത് ഞാനും സമ്മതിക്കുന്നു. എന്ന് വെച്ച് നീ ജയിലിൽ കിടക്കണമെന്നൊന്നും ഡോക്ടർക്കില്ല. ഡോക്ടർക്ക് ഇപ്പോഴും നിന്നോട് നല്ല സ്നേഹമുണ്ട് ശരവണ. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്. എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി. ആ, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. നിനക്കറിയാലോ, ശരത്തിന്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് നിരഞ്ജൻ ഡോക്ടറാ. അതെന്തിനു വേണ്ടിയായിരുന്നോ ആ കാര്യം നീ ഇപ്പൊ ചെയ്യണം. ശരത്തിനെതിരെ പോലീസിൽ മൊഴി കൊടുക്കാനാണോ? അതെ, നീ അത് ചെയ്യണം. അതിന് രണ്ടാ ഗുണം. ഒന്ന്, ശരത്ത് പിന്നെ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. രണ്ട്, ഈ കേസിൽ നിന്ന് നിനക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്യാം. എന്തെങ്കിലും ഒരിക്കൽ ശരത്തിനെ കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇതാണ് ആ സമയമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് വലുത് എൻ്റെ ജീവിതമാണ് സാറേ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. എന്നാ ഓൾ ദി ബെസ്റ്റ്. ശരി സാറേ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. അതിന് ഈശ്വരന്മാരോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഇതൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ടാ ആ ബന്ധം വേണ്ടാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടോ അന്ന് നിനക്കത് മനസ്സിലായില്ല. ഞാൻ വീണ്ടും തോറ്റു എന്നാ മനസ്സിലാക്കുന്നത്. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും എന്റെ യോഗം. അത് വെറുതെയാ. നീ ഒന്ന് സമ്മതം മൂളിയ നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരും. അതെ മോളെ, അതാ ചെയ്യേണ്ടത്. വേണ്ടമ്മായി, തൽക്കാലം എനിക്ക് കല്യാണമൊന്നും വേണ്ട. മനസ്സിന് നല്ല സുഖമില്ല, അതൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പറയാം എന്ത് വേണോന്ന്. ശരവണന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ലെന്ന് നിനക്കറിയാലോ. അവൻ അകത്തായ സ്ഥിതിക്ക് പുറത്തുള്ള അവന്റെ കൂട്ടുകാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാരെങ്കിലും ശ്രമിച്ചാൽ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. ഇനി അവന്മാരൊന്നിനും വരാൻ പോകുന്നില്ല. വന്നാ അകത്താകുമെന്ന് അവർക്കിപ്പോ മനസ്സിലായി കാണും. നാളെ ചിലപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തനിച്ചു പോകണ്ട, ഞാനും കൂടി വരാം. സ്റ്റേഷനിലേക്ക് എന്തിനാ ഇവിടെ വിളിപ്പിക്കുന്നത്? മൊഴിയെടുക്കാനമ്മേ. അത്ര പെട്ടെന്നൊന്നും ശരവണന് പുറത്തു വരാൻ പറ്റില്ല. ഇത് മാത്രമല്ല, അവനെതിരെയുള്ള ചാർജുകൾ. അതിലും അവനെ അറസ്റ്റ് ചെയ്ത കുറെ കാലത്തേക്ക് ഇനി അവനെ നോക്കണ്ട. ഒരു കണക്കിന് അവൻ അകത്ത് കിടക്കുന്നത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ പാവം പെൺകുട്ടികൾക്ക് അതിന്റെ ദോഷം. എന്തൊരു സ്വസ്ഥതക്കേടായിരുന്നറിയാവോ ഇന്ന് രാവിലെ വരെ. ഇപ്പോഴാ ഒന്ന് മാറിയത്. അവനായതുകൊണ്ടാ മോളെ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്. അവന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഞാൻ ആ ബന്ധം അംഗീകരിച്ചേനെ. നീ സങ്കടപ്പെടണ്ട. നിനക്ക് എല്ലാം കൊണ്ടും യോജിച്ച ഒരു ബന്ധം അടുത്ത് തന്നെ കിട്ടും. ശരത്തിനെ വീഴ്ത്താൻ പറ്റുന്ന ഉറപ്പായി നിത്യ. അവനെ കൊരുക്കാൻ പാകത്തിനുള്ള മൊഴികളാ ശരവണൻ പോലീസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്റെ കല്യാണം നടക്കില്ല? ഇല്ല. ഞാനത് ഉറപ്പിച്ചോട്ടെ? ധൈര്യമായിട്ട് ഉറപ്പിച്ചോ. ആ ശരത്ത ആള് ഏത് പ്രതിസന്ധിന്നും കരകയറാനുള്ള കഴിവ് അവനുണ്ട്. മുൻപ് അവനത് സാധിച്ചു കാണും. പക്ഷെ ഇനി പറ്റില്ല. അത് അത്ര അങ്ങോട്ട് എളുപ്പമല്ല. അങ്ങനെയുള്ളൊരു ലോക്ക പണിതിരിക്കുന്നത്. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്.
നേരത്തെ കല്യാണം നടക്കില്ലെന്ന് ഏട്ടത്തി പറയുമ്പോഴും എനിക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും കണക്കൂട്ടൽ തെറ്റിയാ തീർന്നില്ലേ?